നമസ്കാരം. പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം നടത്തുന്ന എല്ലാ തട്ടിപ്പ് പരിപാടികളുടെയും ആ പേരിന് മുമ്പിൽ നവകേരളമെന്നോ അത്തരത്തിലുള്ള ഏതെങ്കിലും പേരുകൾ ഉപയോഗിക്കുന്നത് പതിവാണ്. ഏതായാലും ഇപ്പോൾ പിണറായി സർക്കാർ തീരുമാനിച്ചിരുന്ന നവകേരള സർവേ തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ CPMന് വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറുകയാണ്. ഇത് കൃത്യമായി പാർട്ടി നടപ്പിലാക്കിയ ഒരു തീരുമാനമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോടതി തന്നെ നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 2025 ഒക്ടോബർ 8-ാം തീയതിയാണ് സർക്കാർ ഈ നവ കേരള സർവേ തുടങ്ങാനായി തീരുമാനമെടുത്തിരുന്നത്. എന്നാൽ ഇവിടെ കോടതി ചൂണ്ടിക്കാട്ടിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന് വളരെ നാൾ മുമ്പ് തന്നെ പാർട്ടി ഇത് അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. കാരണം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പാർട്ടി കേഡറുകൾക്ക് ഇത് സംബന്ധിച്ച് കത്തയച്ചിട്ടുണ്ടായിരുന്നു. ഈ കത്തിൻ്റെ തെളിവുകളും മറ്റും ഹർജിക്കാർ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. KSU സംസ്ഥാന നേതാക്കളാണ് കോടതിയെ സമീപിച്ചിരുന്നത്. അപ്പോൾ കൃത്യമായി നേരത്തെ അറിവുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നീട് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമാക്കിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല 20 കോടി രൂപയാണ് ഈ തട്ടിപ്പ് പരിപാടിയൊക്കെയായി സർക്കാർ മാറ്റിവെച്ചിരുന്നത്. ഇത് ശരിക്കും സർക്കാരിൻ്റെ PR പരിപാടി നടത്താനുള്ള ശ്രമമായിരുന്നുവെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് അതിൻ്റെ പരമാവധി ഡാറ്റ ശേഖരിക്കുക തന്നെയായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് ആർക്കും പറയാൻ കഴിയും. മാത്രമല്ല ഇതിൽ പണം അനുവദിച്ച രീതിയെയും ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട്. അത് ശരിയായ രീതിയിലല്ല ഇതിനായി പണം അനുവദിച്ചത് എന്നുള്ള കാര്യവും ഹൈക്കോടതി പ്രത്യേകം എടുത്തു കാട്ടിയിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി ഇത് സംബന്ധിച്ച് സമർപ്പിച്ച സത്യവാങ്മൂലം തൃപ്തികരമല്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യത്തിൽ കൃത്യമായൊരു മറുപടി നൽകിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇനി മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഹർജിക്കാർ അദ്ദേഹത്തെ കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് തന്നെ വേണം പറയാൻ. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഈ പരിപാടികളൊക്കെ തന്നെ സർക്കാർ ആരംഭിക്കുമ്പോൾ നേരത്തെ തന്നെ അതിനുള്ള എല്ലാ അണിയറ നീക്കങ്ങളും അവർ നടത്തിയിരിക്കും. കൃത്യമായി പ്രഖ്യാപിക്കുന്നു, ഉടൻ തന്നെ ഇത് പ്രവർത്തനം ആരംഭിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് പാർട്ടി അണികൾക്ക് PR നടത്താനും അടുത്ത തിരഞ്ഞെടുപ്പിന് വേണ്ടി അവർക്ക് ഡാറ്റ ശേഖരിക്കാനും എല്ലാം സമയം നൽകിക്കൊണ്ട് കൃത്യമായി ഒക്ടോബർ 8-ന് ഇക്കാര്യം അവതരിപ്പിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ പാർട്ടി കേഡറുകൾക്കെല്ലാം ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഉടൻ തന്നെ ആൾ സജ്ജമായി രംഗത്തിറങ്ങുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ എല്ലാ കാര്യങ്ങളും ഒരു ശരിയായ വില്ലന്മാരെ പോലെ നേരത്തെ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് തന്നെയാണ് നടപ്പിലാക്കുന്നത് എന്നാണ്. അതുതന്നെയാണ് ഇന്ന് ഹൈക്കോടതിയും ചൂണ്ടിക്കാട്ടിയത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത് എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. സാമ്പത്തിക നിയമത്തിൻ്റെ വ്യതിചലനമാണ് ഇതെന്നാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ നിരീക്ഷണം. സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള പദ്ധതി എന്ന നിലയ്ക്കായിരുന്നു നവകേരള സർവേ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോടതിയിൽ നിന്നുള്ള ഈ ഒരു ഉത്തരവും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. കാരണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒരു വശത്ത്, ശബരിമലയുടെ പേരിൽ നടത്തിയ ആഗോള സംഗമം വലിയൊരു തട്ടിപ്പായിരുന്നു എന്നുള്ള കാര്യം മറ്റൊരു വശത്ത്, കൂടാതെ ഇതിപ്പോൾ സ്വന്തം പാർട്ടി അണികളെ പൈസ കൊടുത്ത് ഇറക്കി CPMന് വേണ്ടി പ്രചരണം നടത്താൻ നടത്തിയ അടുത്ത ശ്രമവും പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ ഓരോരോ ഉടായ്പകളെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത് അയ്യപ്പ കോപം കൊണ്ട് തന്നെയാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരും. കാരണം ഇവർ ചെന്ന് തൊടുന്നതെല്ലാം തന്നെ വലിയ അബദ്ധമായി മാറിക്കൊണ്ടിരിക്കുന്നു. ശബരിമല സ്ത്രീകളുടെ പ്രവേശനം സംബന്ധിച്ച് പുനഃപരിശോധനാ ഹർജിയിലും അടുത്ത മാസം 14-നകം കേരള സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കുകയും വേണം. അക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഏതായാലും പിണറായി സർക്കാർ പോകുന്നതിന് മുമ്പ്, അതായത് ശബരിമലയിൽ സകല വൃത്തികേടുകളും ക്രൂരതകളും കാട്ടിക്കൂട്ടിയ ഇതേ പിണറായി സർക്കാർ തന്നെ പോകുന്നതിന് മുമ്പ് ഇതിനൊരു പരിഹാരം കൂടി കണ്ടെത്തിയിട്ട് പോകണം എന്ന് അയ്യപ്പൻ നിശ്ചയിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 4 ഭാഗത്തു നിന്നും ഈ സർക്കാർ ഇപ്പോൾ തിരിച്ചടികൾ ഏറ്റുവാങ്ങുകയാണ്. ഭരണതലത്തിൽ നിന്ന്, ജനങ്ങളുടെ ഭാഗത്തു നിന്ന്, അതുകൂടാതെ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നൊക്കെ തന്നെ ഇത്തരത്തിലുള്ള തിരിച്ചടി CPM ശരിക്കും വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായി മാറുകയാണ്. സർക്കാരിൻ്റെ ഓരോ തീരുമാനങ്ങളെക്കുറിച്ചും ക്യാബിനറ്റ് തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയെ കേഡറുകളെ അറിയിക്കുന്ന പതിവ് നേരത്തെ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം ഇതിലൂടെ ഒന്ന് അന്വേഷിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം. കാരണം ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം ചെയ്യുന്നത് പാർട്ടിക്കാർക്ക് വേണ്ടിയാണ്. നിയമനങ്ങളാണെങ്കിലും എന്തെങ്കിലും പൈസ ലഭിക്കാനുള്ള സാധ്യതയുള്ള പദ്ധതികളൊക്കെ തന്നെ സ്വന്തം അണികൾക്കും അല്ലെങ്കിൽ തങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കൊക്കെ ആയി നൽകുകയാണ് CPM സാറിന് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു 20 കോടിയോളം രൂപ സ്വന്തം പാർട്ടി അണികൾക്ക് നൽകി അവരെ കൊണ്ട് കേരളം മുഴുവൻ നടന്ന് സർവേ നടത്തിച്ച് തിരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാനും അതുപോലെ അടുത്ത തിരഞ്ഞെടുപ്പിന് വേണ്ടുന്ന കൃത്യമായ ഡാറ്റ ശേഖരിച്ച് എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുള്ളതെന്ന് കണ്ടാൽ ആ ഭാഗത്തെല്ലാം അതിന് പരിഹാരം കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ള ഒരു രീതിയായിട്ടാണ് ഇത് ഇവർ നടപ്പിലാക്കിയിരുന്നത്. ഏതായാലും DYFI പ്രവർത്തകരെ കൊണ്ട് അല്ലെങ്കിൽ SFI പ്രവർത്തകരെ കൊണ്ട് തന്നെ ഇത് നടത്തിപ്പിക്കാൻ തന്നെയാണ് ഒരു പദ്ധതി ഇട്ടിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ മന്ത്രിസഭാ തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് പാർട്ടി കേഡർമാരെ പാർട്ടി സെക്രട്ടറി വിവരം അറിയിച്ചത് എന്നുള്ളത് ചോദ്യം ഇവിടെ വരുന്നുണ്ട്. MV ഗോവിന്ദൻ നൽകിയ സത്യവാങ്മൂലം തൃപ്തികരമല്ല എന്നുള്ള ഹൈക്കോടതിയുടെ ആ ഒരു നിരീക്ഷണവും CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ളൊരു തിരിച്ചടിയായി മാറുകയാണ്.
ഏതായാലും ഈ ദിവസങ്ങളിലൊക്കെ തന്നെ CPM-ന് ഏറ്റ ഈ ഒരു വലിയ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സംഭവിക്കാൻ പോകുന്ന വലിയ പരാജയത്തിൻ്റെ മുന്നോടിയായിട്ട് വേണം കണക്കാക്കാൻ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.